നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന് വേണ്ടി പ്രചാരണം നടത്തിയ കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപികയ്ക്ക് മെമ്മോ. ശ്രീകല മുല്ലശ്ശേരിക്കാണ് മെമ്മോ നൽകിയത്. സർവകലാശാലയുടെ ഔദ്യോഗിക റേഡിയോയായ റേഡിയോ CU ദുരുപയോഗം ചെയ്തുവെന്നാണ് ആരോപണം. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, അങ്ങനെ ചെയ്തുവെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ് അല്ലേ? നിയമ നടപടി സ്വീകരിക്കേണ്ട വിഷയമാണ്. സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിലെ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഇറങ്ങുന്നതിൽ ഒരുപാട് പരിമിതികളും നിയന്ത്രണങ്ങളും ഒക്കെ ഉള്ളതല്ലേ? തീർച്ചയായിട്ടും. അതായത് പ്രധാനമായിട്ടും ഈ മെമ്മോയിലടക്കം ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പെരുമാറ്റച്ചട്ടം 1960 ചട്ടം 69 ലംഘനമാണ് ഈ ശ്രീകല മുല്ലശ്ശേരി എന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സർക്കാർ ജീവനക്കാരൊന്നും ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ പ്രചാരണ പരിപാടികൾക്ക് ഇറങ്ങാൻ പാടില്ല എന്നുകൂടെയാണ് ആ ചട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഈ താരതമ്യ സാഹിത്യ പഠന വിഭാഗത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി. അവർ അവിടെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജിന് വേണ്ടിയിട്ട് വീഡിയോ ഇറക്കി പ്രചാരണം നടത്തി എന്നാണ് ഇവർക്കെതിരെയുള്ള പരാതി. അതിനു വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റേഡിയോ CU ഉണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ആയിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റേഡിയോ CU പങ്കുവെക്കാറുമുണ്ട്. ആ റേഡിയോ CUയുടെ ഉപകരണങ്ങളടക്കം ഇതിനുവേണ്ടി ശ്രീകല ഉപയോഗിച്ചു എന്ന പരാതിയാണ് വന്നത്. അത് ചാൻസലർക്കടക്കം പരാതി വന്നിരുന്നു. അങ്ങനെ ചാൻസലറുടെ മുഖാന്തരം നിരവധി പരാതികൾ വന്നതോടുകൂടി വൈസ് ചാൻസലറോട് അത് അന്വേഷിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. അങ്ങനെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർ തന്നെ ഇവർക്ക് ഒരു മെമ്മോ നൽകിയിരിക്കുന്നത്. ആ മെമ്മോയിൽ 15 ദിവസത്തിനകം മറുപടി നൽകണമെന്ന നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യഘട്ടത്തിൽ ശ്രീകല ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ അത് താൻ പങ്കുവെച്ച വീഡിയോയെക്കുറിച്ച്, താൻ നടത്തിയ പ്രചാരണത്തെക്കുറിച്ചൊക്കെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള വിശദീകരണമാണ് എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. ഇനി 15 ദിവസത്തിനകം നൽകുന്ന നടപടി തൃപ്തികരമല്ലെങ്കിൽ ശ്രീകലക്കെതിരെ ഒരു പക്ഷേ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇതിനെതിരെ ശ്രീകലക്കെതിരെ ഇങ്ങനെയൊരു മെമ്മോ നൽകിയതിനെതിരെ ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ആ രീതിയിലും ഒരു ഭാഗത്ത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. എന്തായാലും മെമ്മോ നൽകിയതോടുകൂടി ശ്രീകല മുല്ലശ്ശേരി ഇതിൽ ഒരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് കാര്യം. ശരിയാണ്.